വാസ്തവമായും എനിക്ക് നിങ്ങളുടെ മുൻപിൽ മാജിക്ക് കാണിക്കുവാനല്ല എൻ്റെ ആഗ്രഹം. ഇന്ന് മാജിക്കെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും അല്പം ശ്രദ്ധിച്ചാൽ പഠിക്കാം. ധാരാളം മാജിക്കുകൾ അറിയാം. പൈസ ഒരു പട്ടണത്തിൽ പോയി നിന്ന് ശരിക്കും നല്ലപോലെ മാജിക്ക് ഞാൻ കാണിച്ചെന്നാൽ എനിക്ക് കുറച്ച് പൈസയൊക്കെ ലഭിക്കും, എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെയായി. എന്നാൽ എൻ്റെ ലക്ഷ്യം അതല്ല. പ്രിയമുള്ളവർ, ബഹുമാന്യരായവർ, നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് അല്പസമയം മാത്രമാണ് നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനത്തിലെ ചില ഭാഗങ്ങൾ മാത്രം. ബൈബിളിൽ പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ ക്ഷമിക്കുക എന്ന് കൂടി അർത്ഥമുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക. ചിലപ്പോൾ അവരറിയാതെ ആയിരിക്കും ഒരു ചെറിയ തെറ്റ് അല്ലെങ്കിൽ ഒരു വലിയ കുറ്റം അവരുടെ മേൽ ഉണ്ടായത്. അതിന് ക്ഷമിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക എന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. ദൈവം നമ്മോട് ക്ഷമിക്കും. നമ്മുടെ സകല കാര്യങ്ങൾക്കും ദൈവം നമ്മോട് ക്ഷമിക്കും എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ ഒരിക്കൽ മാത്രമേ ദൈവം നമ്മോട് ക്ഷമിക്കുകയുള്ളൂ. കാരണം ദൈവത്തിന് തീരുമാനങ്ങളുണ്ട്, അത് ഉറച്ചതാണ്. ഒവ്വ എന്ന മാത്രം ഇല്ല എന്നുള്ള കാര്യം ദൈവത്തിന് ഇല്ല. ആയതിനാലാണ് വഴിപാടർപ്പിച്ചു കോപം ശമിപ്പിക്കുക എന്ന അർത്ഥമാണ് പ്രായശ്ചിത്തം കഴിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ പ്രായശ്ചിത്തം നാം ചെയ്യുന്നതിന് ഒരു സ്ഥലം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അത് പഴയ നിയമം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കൃപാസനം എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവം ഇറങ്ങി വരും. കാരണം തെറ്റ് ചെയ്ത മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് ഞങ്ങളോട് ക്ഷമിക്കണമേ അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കൃപാസനം എന്ന് പറയുന്നത്. ദൈവം അവിടെ ദയാലുവായിട്ടാണ് ഇറങ്ങി വരുന്നത്. കാരണം മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നത് കാരണമാണ് മനുഷ്യൻ്റെ കോപം മൂലമുണ്ടാകുന്ന ഓരോ പ്രവൃത്തികളും ദൈവത്തിന് വിരോധമായിട്ടുള്ളതാണ്. അത്തരം പ്രവൃത്തികളെ മനുഷ്യന് സ്വയം ക്ഷമിക്കുവാൻ കഴിയുകയില്ല, ദൈവത്തിന് കഴിയും. അങ്ങനെ ദൈവം നമ്മുടെ ആ കോപ നിമിത്തം നമുക്കുണ്ടായതായ ആ പാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതിന് പഴയ നിയമ കാലഘട്ടത്തിൽ അവിടെ യാഗമർപ്പിക്കുകയാണ്. അത് മൃഗങ്ങളെയാണ് യാഗമർപ്പിക്കുന്നത്. മൃഗങ്ങളെ കൊണ്ടുവന്ന് ഓരോ മനുഷ്യരുടെ പേരിലും അല്ലെങ്കിൽ ഒരു ജനതയുടെ പേരിലും യാഗമർപ്പിക്കുകയും ആ യാഗത്തിൽ കൂടി ദൈവത്തിൻ്റെ പ്രസാദം അവരുടെ മേൽ വരികയും ദൈവം അവരുടെ പാപത്തെ ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൃപാസനം എന്ന് പറയുന്നത്. അവിടെ ദൈവം ക്ഷമയോടെ ക്ഷമിക്കുന്ന ദൈവമായിട്ട് ഇറങ്ങി വന്ന മനുഷ്യരുടെ അടുത്ത് നിന്നുകൊണ്ട് അവരുടെ പാപങ്ങളെ ക്ഷമിക്കുന്നതിനാണ് അപ്രകാരം പറയുന്നത്. ഇത് തിരുവചനത്തിൽ പറയുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുന്നു, അല്ലെങ്കിൽ പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിനും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു എന്ന്. ഇതിവിടെ യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. യേശുക്രിസ്തു മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതാണ് ഇവിടെ സഹോദരന് സദൃശനായവൻ എന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മോട് കൂടെ അല്ലെങ്കിൽ മനുഷ്യരോട് കൂടെ നടക്കുകയും ദൈവം ആരാണെന്ന് കാണിച്ചു കൊടുക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും കോപിക്കുന്നവരോട് ക്ഷമിക്കുവാനും മാനസാന്തരപ്പെടുവാനും അവരോട് സ്നേഹത്തോടു കൂടി തന്നെ
പറയുകയും ഒക്കെ ചെയ്ത് അതൊക്കെ ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത് യേശു കർത്താവാണ്. അതാണ് ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുകയും ചെയ്യുന്നത്. റോമാലേഖനം 3:25 പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഒരു മനുഷ്യനും നീതിമാനല്ല. മനുഷ്യന് സ്വയം നീതീകരിക്കുവാൻ കഴിയുകയില്ല. ദൈവമാണ് ഒരു മനുഷ്യനെ നീതിമാനാക്കുന്നത്, നീതീകരിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ നീതീകരണം ഒരു മനുഷ്യൻ്റെ മേലാകണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം മുഖാന്തരം, ദൈവം നിമിത്തം ഒരു മനുഷ്യന് നീതിമാനാകുവാൻ കഴിയും. അങ്ങനെ കഴിയേണ്ടതിനാണ് യേശു കർത്താവ് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത്. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് നീതിമാന്മാരാകുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവരെ, നാം എല്ലാവരും നീതിമാന്മാരാകണമെങ്കിൽ തീർച്ചയായും നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനായി വായ്കൊണ്ട് ഏറ്റുപറയുകയും നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ള ആ പ്രവൃത്തിയാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവന് നേടുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത്. അപ്രകാരം നമ്മൾക്ക് നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് അല്പസമയത്തേക്ക് മാത്രമാണ്. അത് വലിയ കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. എന്നാൽ വരുവാനിരിക്കുന്ന ലോകത്തിലോ അപ്രകാരമൊന്നുമല്ല. അത് ദൈവം നമ്മോട് കൂടെ വസിക്കുകയാണ്. അവിടെ ദൈവത്തോട് കൂടെ വസിക്കണമെങ്കിൽ നാം പാപമില്ലാത്തവരായിരിക്കണം. ദൈവമോ പാപമില്ലാത്തവനും നിഷ്കളങ്കനുമായ ദൈവത്തിൻ്റെ അടുത്ത് നാം വസിക്കണമെങ്കിൽ നമ്മൾ നിഷ്കളങ്കരായിരിക്കണം, ശുദ്ധിയുള്ളവരായിരിക്കണം, ശുദ്ധരായി തീരണം, നീതിമാന്മാരായിരിക്കണം. അതിനുവേണ്ടി നമ്മുടെ നീതീകരണത്തിനു വേണ്ടിയാണ് ദൈവം തന്നെ തൻ്റെ ജീവനെ ഇവിടെ അർപ്പിക്കുവാനിടയായത്. കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ, അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ പഴയ നിയമം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും, ദൈവത്തോടുള്ള വിശ്വാസത്താലാണ് അദ്ദേഹം നീതിമാനായത്. അല്ലാതെ സ്വയം നീതീകരിക്കപ്പെടുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. അല്പസമയത്തേക്ക് നമുക്ക് നീതിമാനായി ഇരിക്കുവാൻ പറ്റും. അടുത്ത നിമിഷം നമ്മൾ കോപം കൊണ്ട് നിറഞ്ഞവരും മറ്റുള്ളവരോട് പക വീട്ടുന്നതും മനുഷ്യരിൽ പക വെച്ചുകൊണ്ടിരിക്കുന്നവരുമായിരിക്കും. അപ്രകാരമുള്ള ഒരു മനുഷ്യന് പോലും ദൈവം ഒരുക്കിയിരിക്കുന്ന, ദൈവം വസിക്കുന്നതായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, അതാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തോട് പറഞ്ഞത്. സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണമെന്ന് ചോദിച്ചപ്പോൾ 70 വട്ടം അവനോട് ക്ഷമിക്കണമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. അപ്രകാരം നമുക്കും ഒരു മനസ്സുണ്ടാകണമെങ്കിൽ തീർച്ചയായും മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ട ആ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് രക്ഷിതാവായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം നാം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എത്രയോ വലിയ നല്ല ഒരു അനുഗ്രഹമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ, നമ്മുടെ ആയുസ്സിന് വരെ നല്ല നീളം ലഭിക്കുകയാണ്. കാരണം എൻ്റെ ബാല്യകാലമല്ല, എൻ്റെ യൗവനത്തിൽ ഞാൻ നല്ലൊരു കൂലിപ്പണിക്കാരനായിരുന്നു, ഒരു കൃഷിക്കാരനായിരുന്നു, ഭാര്യയും 3 മക്കളും ഉണ്ടായിരുന്നു. എന്നാൽ കിട്ടുന്നതിൻ്റെ നല്ലൊരു ശതമാനം മദ്യപിക്കുകയും അതുപോലെ തന്നെ ധൂർത്തടിച്ച് ചിലവാക്കുകയും ചെയ്തപ്പോൾ അതിനെല്ലാം അർഹരായവരും അതുകൊണ്ട് അനുഭവിക്കേണ്ടതുമായ ഭാര്യയ്ക്കും മക്കൾക്കും നേരെ പകുതി പോലും ലഭിക്കുകയില്ല എന്നുള്ള വാസ്തവം മനസ്സിലാക്കണം. ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ച് ഒരു മാസത്തിൽ അങ്ങേയറ്റം ഒരു 10-12 ദിവസമായിരിക്കും അവന് ജോലിയുള്ളത്. ബാക്കി ദിവസങ്ങളിൽ അവൻ ജോലിയൊന്നുമില്ലാതെ ഇരിക്കുമ്പോൾ അവൻ്റെ ജീവിതം എപ്രകാരമായിരിക്കും? അവനെ ആശ്രയിച്ച് ജീവിക്കുന്നതായ അവൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ സാമ്പത്തികമായ ഒരു നല്ല അടിത്തറ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ, നിസാര രൂപയ്ക്ക് പണിതെന്നാലും ഒരു ദിവസം ഒരു 500, 600, 700 രൂപയ്ക്ക് ജോലി ചെയ്താലും അതിലൊരു നല്ല ശതമാനം മിച്ചം വയ്ക്കുവാനും പിന്നീട് അത് ഉപയോഗപ്പെടുത്തുവാനും കഴിയും. എന്നാൽ അതിന് മുമ്പുള്ള അവസ്ഥ അപ്രകാരമല്ലായിരുന്നു. പ്രിയമുള്ളവരെ, ദൂർത്തടിച്ച് ജീവിക്കുന്നതായ ഒരവസ്ഥയായിരുന്നു എന്ന് പറയേണ്ടതുണ്ട്. തരത്തില്ല. ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദയവ് ചെയ്ത് മാറി നിൽക്കണം. ഞാനത് കഴിഞ്ഞ് നമുക്ക് അതിനെപ്പറ്റി ഇരിക്കാം. ഞാൻ എന്നെ ശല്യം ചെയ്യരുത്. ഇല്ല, അത് തരത്തില്ല പറയാൻ. വചനം കംപ്ലീറ്റ് പറയണം. ഞാൻ ഇത് തരത്തില്ല. ബഹുമാനായ
ബഹുമാന്യനായ സഹോദരൻ. ആയിക്കോട്ടെ, അവിടെ ഇരുന്നോ. ഞാനോ? ആ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനേകം സാഹചര്യങ്ങൾ, പ്രിയമുള്ളവരെ, ഞാൻ കേരളത്തിൻ്റെ എല്ലാ പട്ടണങ്ങളിലും, ഒരു പട്ടണത്തിലല്ല, കേരളത്തിൻ്റെ സകല ജില്ലകളിലും യാത്ര ചെയ്യുകയും അവിടെയൊക്കെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ സുവിശേഷം പ്രസംഗിക്കും. കാരണം ഇത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്, ഇത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. സർവോപരി ഇത് മാനവികതയുടെ ഏറ്റവും ഉന്നതമായ മാർഗത്തിൽ കൂടി മനുഷ്യവർഗം കടന്നു പോകുകയും അവരതിൽ കൂടി നല്ല ജീവിതം മുൻപോട്ട് നയിക്കുകയും ചെയ്യുവാനുള്ള ഒരു മഹത്തായ ഒരു കാര്യമാണ് സുവിശേഷമെന്ന് പറയുന്നത്. ആരെയും നശിപ്പിക്കുവാനോ ദ്രോഹിക്കുവാനോ അല്ല, എല്ലാവരും സമാധാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി ആയിരിക്കണം എന്നുള്ളതാണ് യേശുക്രിസ്തു ആഗ്രഹിച്ചതും. അതിനുവേണ്ടിയാണ് യേശു കർത്താവ്, അതായത് ദൈവപുത്രൻ, ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതെന്നും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ യേശു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കണം എന്ന്. അപ്രകാരം പറയുമ്പോൾ ഓർക്കണം പ്രിയമുള്ളവരെ, ഇതിനു മുൻപ് ഇതേവരെയും നമ്മൾ സ്നേഹമില്ലാത്തവരായിരുന്നു, പരസ്പരം സ്നേഹിക്കാത്തവരായിരുന്നു, തമ്മിൽ സ്നേഹമുള്ളവരായിരുന്നില്ല, അയൽക്കാരനെ സ്നേഹിച്ചിരുന്നവരല്ല. എന്നാൽ യേശു കർത്താവ് പറഞ്ഞത് അപ്രകാരമല്ല, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും എൻ്റെ ജീവനെ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ദാനമായി നൽകുന്നതെന്നും യേശു പറയുവാൻ ഇടയായിട്ടുണ്ട്. അതാണ് തിരുവചനത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ മാത്രം ഞാൻ പറയട്ടെ. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്നത്, അവൻ നമ്മെ പാപത്തിന് പ്രായശ്ചിത്തം ആകുന്നു, നമ്മോടതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ എന്ന് ഇവിടെ അപ്പോസ്തലൻ ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതാണ്, നാം മനസ്സിലാക്കേണ്ടതാണ്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമാധാനവും സന്തോഷവും പരസ്പര സ്നേഹത്തോടു കൂടിയുള്ള ഈ ഭൂമിയിലെ വാസം. അതേറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നൊരു ചെറിയ കാലഘട്ടമാണ്. എന്നാൽ നമുക്ക് വരുവാനുള്ളതോ നമുക്കിനിയും ലഭിക്കുവാനുള്ളതോ ഒരു വലിയ കാലഘട്ടമാണ്. അതിനവസാനമില്ല. അത് ദൈവത്തോടു കൂടെയുള്ള വാസം തന്നെ ആയിരിക്കും എന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നുണ്ട്. യേശു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയതുപോലെ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരും മരിച്ച യേശുവിൻ്റെ 2-ാമത്തെ വരവിൽ അവനോട് കൂടെ എടുക്കപ്പെടും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള തിരുവചനം നമ്മെ വെളിപ്പെടുത്തുന്നത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടിയാണ്. അപ്രകാരം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവർക്കും സംഭവിക്കുമെന്നും യേശുവിനോട് കൂടെ അവർ അവസാനമില്ലാത്ത കാലം വസിക്കുമെന്നും പറയുവാൻ തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഇവിടെ 1 യോഹന്നാൻ 4:10 പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു എന്ന്. തൻ്റെ പുത്രനെ, പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മൾ പരസ്പരം സ്നേഹിക്കുവാനും ആ സ്നേഹത്തിൽ കൂടി ജീവിക്കുവാനും വേണ്ടിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സമാധാനം ഈ ലോകത്ത് എന്നും നിലനിൽക്കുവാനും വേണ്ടിയാണ് ദൈവം ഇവിടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് പ്രിയമുള്ളവരെ ഈ സമാധാനത്തിൻ്റെ സന്ദേശം ഇന്ന് ലോകം മുഴുവൻ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ, ഒരിക്കൽ ആലപ്പുഴയിൽ ഞാൻ ഇതുപോലെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ സുവിശേഷം ഇഷ്ടപ്പെടാത്ത ചില വ്യക്തികൾ എൻ്റെ അടുത്ത് വരികയും എന്നോട് അതികഠിനമായി ക്രൂരമായി പെരുമാറുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാനവിടെ എനിക്ക് സമാധാനമാണ് ഞാൻ പ്രസംഗിക്കുന്നത്, ആ സമാധാനത്തിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യുവാൻ ദൈവം ആരെയും അനുവദിക്കുകയില്ല. അതാണ് ദൈവത്തിന്റെ സമാധാനം ഈ ഭൂമിയിൽ എന്നും എന്നേക്കും നിലനിൽക്കും എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. എബ്രായർ ലേഖനം 5 പറയുന്നത് തീർച്ചയായും പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. ഇല്ല ചേട്ടാ, ചേട്ടൻ അതിന് നിർബന്ധിക്കേണ്ട തരത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഇത് അങ്ങനെ ആർക്കും എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല.
മൈക്കും ഫോണും ആർക്കും കൊടുക്കുകയല്ല. 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റില്ല. ഇല്ല, ഇത് തരത്തില്ല. അതിന് ചേട്ടൻ എന്നോട് എന്നാ പിണങ്ങിയെന്നാലും യാതൊരു കാര്യവുമില്ല. ആ, ഓക്കെ. അതൊന്നും സാരമില്ല. ഞാനൊരു പാവാ ചേട്ടാ. ഞാനൊരു പാവാണ്. ഞാനും പറഞ്ഞില്ലേ, ഞാൻ ഈ 58 വയസ്സായി. ഇതൊക്കെ നീയോട് കണക്കുള്ളൂ. എനിക്ക് 70 വയസ്സായി. 70 75. നീ പൊറുതിരിക്കത്തില്ല. സാരമില്ല. ഈ ബൈബിളല്ല ഇവിടെ കൂടെ വെച്ചാലും ഇവിടെ ചെറുതാ എല്ലാ ബൈബിളും വായിച്ച് പഠിച്ചാൽ മതി. ഞാൻ അറിയാം, എനിക്ക് ബൈബിൾ എപ്പോഴും ഉണ്ട്. എൻ്റെ വീട്ടിൽ ഇപ്പോഴും ബൈബിൾ. ഇവിടെ ജീവിതത്തിലൊരു പുതുമയല്ല, എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ശകലം കുറവായിരുന്നു എന്നേ ഉള്ളൂ.
Yeah!